നമസ്കാരം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 10ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. രാവിലെ തൊട്ട് നമ്മൾ എത്ര പേരെ കാണുന്നു, നമ്മൾ ഒരു പല ആൾക്കാരും നമ്മൾക്ക് ഒരു ദിവസം കണ്ടുമുട്ടേണ്ടി വരും. നമ്മളിപ്പോൾ കടയിൽ പോകുന്നു, കടയിൽ സാധനം എടുത്തിരുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കി, അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നന്ദി എന്ന് പറയുക. ഒപ്പം നമ്മൾ വിചാരിക്കുക, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മാന്ത്രിക പൊടി കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ മേലിട്ട് നന്ദി എന്ന് പറയുന്ന ഒരു അനുഗ്രഹ വർഷം നമ്മൾ ചൊരിയുന്നതായിട്ട്. എത്ര പണമുണ്ടെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, നേരം വെളുക്കുന്ന മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് വരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടേണ്ടതായിട്ട് വരും. ആ സമയത്ത് ചിലപ്പോൾ അവരിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിന്നും വരാം. ചിലപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കാൻ കയറും. നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല സപ്ലയർ പെരുമാറുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ആ കുട്ടിക്ക് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അയാളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരിക്കാം. ഒന്നിൽ വീട്ടിലുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം റിലേഷനിലുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം സാമ്പത്തിക പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അവരോട് തിരിച്ചൊന്നും പറയുന്നില്ല. ആ പറഞ്ഞത് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഒപ്പം കൃതജ്ഞതയുടെ ആ മാന്ത്രികപ്പൊടി അവരുടെ മേൽ വിതറുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം ആ ആളിൻ്റെ മേലെ കിട്ടും. നമ്മൾ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി നമുക്ക് എന്താണെങ്കിലും തിരിച്ചു കിട്ടും. അതെങ്ങനെ ആയിക്കോട്ടെ. നമ്മളൊരാളെ ദ്രോഹിക്കുവാണെങ്കിൽ അത് എവിടെയെങ്കിലും തിരിച്ചു കിട്ടും. നമ്മൾ ബ്ലെസ്സിങ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ 100 ഇരട്ടി ബ്ലെസ്സിങ്സ് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളൊരാളെ ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കുവാണെങ്കിൽ അതും 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ആ തത്വമാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോൾ നന്ദി പറഞ്ഞാലും കണ്ണിലേക്ക് നോക്കി സന്തോഷത്തോടെ നന്ദി പറയുക. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമുക്ക് വഴി പറഞ്ഞ് തന്നിട്ടാണ് നമ്മൾ നന്ദി പറയുന്നതെങ്കിൽ, നിങ്ങൾ ആ വഴി പറഞ്ഞു തന്നതിന് എനിക്ക് നന്ദി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർക്കത് അത്രയ്ക്ക് സന്തോഷം. അല്ല, നിങ്ങളെ എന്തുകൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത് വെച്ചാൽ, നമ്മൾ ആ കാര്യം വിശദീകരിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മളൊരാൾ തന്ന ആഹാരം കഴിച്ചിട്ടാണ് നന്ദി പറയുന്നതെങ്കിൽ, വളരെ രുചിയുള്ള ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, അല്ലെങ്കിൽ ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം കഴിച്ചു, അതിന് നന്ദി എന്ന് പറയുമ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം, അതാണ് നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, എവിടെ നമ്മൾ പോയാലും നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ എല്ലാം ആ നന്ദിയുടെ ഒരു കണ്ണുകൊണ്ട് നോക്കുക. ചിലപ്പം നമ്മളോട് അവർ ഒരല്പമെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ മനസ്സിൽ വെക്കാണ്ട് നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞോട്ടെ, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആളിനോട് കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. ലോകത്ത് ജനനം മരണം എന്നൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 10 മാസം എന്നുള്ളത് 12 മാസമാക്കാനോ 15 മാസമാക്കാനോ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ മരണം. നമ്മൾക്കൊരു ഇത്ര വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മരണം ഉണ്ടെങ്കിൽ അത് നീക്കി വെക്കാൻ ഇന്ന് വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്ന സത്യവും ഈ ദൈവം എന്ന് പറയുന്ന സത്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കൊടുത്താലും അത് 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ മാന്ത്രിക പൊടിയുടെ കാര്യം പറയുന്നത്. അപ്പം ചിലർക്ക് ഇങ്ങനെ തോന്നാം അതെന്തൊരു ഇതാണെന്ന്. വേറൊന്നുമില്ല, നമ്മൾ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി സന്തോഷത്തോടെ നന്ദി പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ കയ്യിലൊരു പൊടിയുണ്ട്, ഇതുകൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇത് ആ ദേഹത്ത് ഇടുമ്പോൾ ആ ആൾക്ക് നല്ല അനുഗ്രഹം കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം കിട്ടും. ഇതാണ് നമ്മൾ ഈ ദിവസം പഠിക്കുന്നത്. നാളത്തെ കാര്യം പറഞ്ഞാൽ ചെറുതായിട്ട് നാളെ രാവിലെ തൊട്ട് ചെയ്യേണ്ട കാര്യമാണ്. നാളെ വേറെ വീഡിയോ അത് കഴിയുമ്പോൾ ഇടാം. പ്രഭാതത്തിൽ എണീക്കുമ്പോൾ തൊട്ട് നമ്മളുടെ ഓരോ കാര്യത്തിനും നമ്മൾ അനുഗ്രഹം പറയണം. അത് രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഹിൻഡ് തന്നത്. നമ്മളിപ്പോൾ എണീക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് സന്തോഷമായി എണീക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഓരോ ചുവടും ബാത്റൂം വരെ വെക്കുവാണല്ലേ, അങ്ങനെ വെക്കാൻ കഴിഞ്ഞതിന് നന്ദി. എൻ്റെ അവയവങ്ങൾക്ക് നന്ദി എന്നുള്ള രീതിയിൽ ആണ് നാളത്തേത്. അപ്പം ഓരോ പ്രഭാതത്തിനും നമ്മൾ നന്ദി പറയണം. രാത്രി കിടന്ന് ഉറങ്ങിയ കട്ടിലിനും കിടക്കയ്ക്കും, കാരണം എത്രയോ പേർ റോഡിൽ കിടപ്പുണ്ട്, എത്രയോ പേര് മഴയും വെയിലും കൊള്ളുന്നുണ്ട്. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞതിന് നന്ദി. എനിക്ക് രാവിലെ ജീവൻ നിലനിൽക്കുന്നതിന് നന്ദി. എൻ്റെ ഈ ഓരോ ചൂടുകൾക്കും നന്ദി എന്നുള്ള രീതിയിലാണ് രാവിലെ പറയേണ്ടത്. അപ്പോൾ ശരി, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.